ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യാസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ടൂർ വീഡിയോ ആണ്. ഒരുപാട് ലോങ് അല്ല കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ, നമ്മുടെ കുഞ്ഞു വീഡിയോന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കിണറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ സോൾവ് ആയി വരുന്നുണ്ട്. അത് കാരണം കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നത് കുറവാണ്. ഇനിയിപ്പം നമുക്ക് മുന്നോട്ട് ഇത് ശരിയാകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വെക്കേഷൻ അല്ലേ, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി മുന്നോട്ട് ഇടുന്നത്. ഓക്കെ, അപ്പം മറക്കാതെ എല്ലാവരും എന്റെ വീഡിയോസ് വരുമ്പോഴത്തേക്ക് കാണുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത്, അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതായിരിക്കും. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഹോം ടൂർ അങ്ങനെ വഴിയിൽ നിന്ന് നമുക്ക് തുടങ്ങാവേ. ഇവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ള വഴി. ഒരു കുഞ്ഞ് ബൈക്ക് വരാനുള്ള വഴിയുണ്ട്. പിന്നെ ആ കാണുന്നത് മെയിൻ റോഡാണ്, വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ വീട്ടിലെ പറമ്പാണേ കാണുന്നത്. അവിടെ മതിൽ കെട്ടിയിട്ടില്ല, പിന്നെ ഇപ്പുറത്തെ രണ്ട് സൈഡിലും മതിൽ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് ഞാൻ ഹോം ടൂർ എടുക്കുന്ന ദിവസം തന്നെ അച്ഛൻ രാവിലെ വിറകൊക്കെ കീറി അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് വെയിലുള്ളത്, അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ രാവിലെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ഗ്യാസ് കുറ്റിയും അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. സോറി, ഗ്യാസ് സിലിണ്ടറില്ലേ, അതും അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. ഇത് സൈഡിലെ ഭാഗമാണ്, നമ്മൾ ബൈക്കും പിന്നെ ചെറുക്കൻ്റെ വണ്ടിയൊക്കെ വെക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോള്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന നമ്മുടെ കുഞ്ഞ് ഹോള്. നമ്മുടെ വീട് ഒരു 3.5 സെൻറ്റിനകത്ത് നിൽക്കുന്ന ഒരു വീടാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞ് വീട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് നമ്മളുടെ ദൈവങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ വിളക്കും ഭഗവാന്മാരെയൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ, പിന്നെ നമ്മൾ കഴിക്കുന്ന ഡൈനിങ് ഹാളായിട്ടല്ല, നമ്മൾ ഹാളിൽ തന്നെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ TV സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ സെറ്റി, ഇത്രയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ചെറിയ ഹോളിലാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ഉണ്ട്, എന്നാൽ നമ്മളെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹോളിൽ തന്നെ ആണെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞിലത്തെ തമ്പുരുവിൻ്റെ ദേവുവിൻ്റെ ആണെങ്കിലും കുഞ്ഞിലത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഇപ്പം നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞിലത്തെ തൊട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ ഫോട്ടോ വെക്കുന്നില്ല, ഞങ്ങൾ ഓർത്ത് ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് ഓരോ ഫോട്ടോ വീതം ചെയ്യാമെന്ന്. ഇത് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയാണ്, ഇവിടുത്തെ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത ഫോട്ടോയാണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ TV സ്റ്റാൻഡിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്, കുറേ പാവകളൊക്കെ. അത് തമ്പുരി കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോയേക്കുവാണ്. കളി കഴിയുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവയ്ക്കും. ഇത് പിന്നെ നമ്മുടെ സെറ്റി. ഒപ്പം നമ്മുടെ ഹോളിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ്. അടുത്തത് ഞങ്ങളുടെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇത് ഹോളിൽ തന്നെ ആദ്യം കയറുന്നത് ഞങ്ങളുടെ ബെഡ്റൂമിലേക്കാണ്. അവിടെ നമ്മുടെ അലമാരയും പിന്നെ ഒരു കട്ടിലും പിന്നെ ഞങ്ങളുടെ തോർത്തും കുളി കഴിഞ്ഞിട്ട് വിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൂടെയാണ് ഈ റൂമിലുള്ളത്. പിന്നെ നമ്മുടെ കുഞ്ഞ് ആശുപത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന കൊട്ടയുണ്ടല്ലോ, നമ്മുടെ ബാസ്ക്കറ്റ്, അത് ഞാൻ അവിടെ 2 പേരുടെ അവിടെ വെച്ചിട്ടുണ്ട്. 2 പേരുടെയും വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഞാൻ അതിനകത്താണ് ഇട്ട് വെക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞ് ഇച്ചിരി വഴിയുള്ളൂ കേട്ടോ, നമുക്ക് കയറി നടക്കാൻ പറ്റി അത്രയും വഴിയുള്ളൂ. മറ്റേ ഫാമിലി കോട്ട് കട്ടിലായതുകൊണ്ട് വലിയ ഇതാണ്, ഡബിൾ ആയിരുന്നപ്പോഴത്തേക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ അടുത്ത റൂമാണ്, ചേട്ടൻ്റെയും ചേച്ചിയുടെയും റൂമായിരുന്നു. അവർ പോയപ്പോഴത്തേക്ക് അവർ വരുമ്പോൾ ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ കിടക്കും. ഈ കട്ടിലായിരുന്നു ഞങ്ങളുടെ കട്ടിലെ ആദ്യത്തെ. പിന്നെ ഞങ്ങൾ ഫാമിലി മേടിച്ചപ്പോഴത്തേക്ക് ഈ കട്ടിലെടുത്ത് ഇപ്പുറത്തോട് ഇട്ടതാണ്. പിന്നെ ഞങ്ങളുടെ ഹോളിൽ ഇരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ റൂമിൽ അങ്ങനെ ആരും കിടക്കത്തില്ല, പിള്ളേരൊക്കെ ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഏട്ടൻ ജസ്റ്റ് വണ്ടിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ക്ഷീണിച്ച് ചിലപ്പോൾ അവിടെ പോയി കിടക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ്. കണ്ടോ, അവൾ കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇവിടുന്ന്, കണ്ടോ അവിടെ എവിടെയോ പാത്തിരുന്നതായിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്നിട്ട് എല്ലാ വാരിയും അവിടെ നിരത്തിയിട്ടിരുന്നു. അടുത്ത റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അമ്മയുടെ അച്ഛൻ്റെ റൂമാണ്. അവിടെ കട്ടിലും പിന്നെ ഒരു അച്ഛൻ്റെ ഒരു മേശയും പിന്നെ അമ്മയുടെ തയ്യൽ മെഷീനും അലമാര, ഇത്രയും സാധനങ്ങളാണ് ആ റൂമിലുള്ളത്. അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഇങ്ങനെ
വെക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് വെക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിൽ അലമാരയെല്ലാം. ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ മറ്റേ ഫെഡസ്റ്റൽ ഫാൻ ഉണ്ടല്ലോ, അതെടുത്ത് ആ മേശയുടെ പുറത്താണ് വെച്ചിരിക്കുന്നത്. കാരണം പിള്ളേർ എപ്പോഴും കയറി പണിയായതുകൊണ്ട് അവിടെ വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ അടുക്കളയാണ്. നമ്മൾ ഹോളിൽ നിന്ന് ഞങ്ങളുടെ 2 ബെഡ്റൂമും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കുള്ളതാണ് അടുക്കള. അടുക്കളയിൽ ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന റാക്കാണ്. നമ്മുടെ ഫ്രിഡ്ജ്, പിന്നെ നമ്മുടെ പാചകം. അവിടെ നമ്മൾ കലത്തിൽ ഞാൻ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കിണറിൻ്റെ ആ പ്രശ്നം കാരണം നമ്മൾ കുടിക്കാനൊക്കെ അപ്പുറത്തുനിന്ന് തൽക്കാലം വെള്ളം ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 2 ദിവസത്തിനകം നമ്മുടെ കിണർ ശരിയാവും കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, മുളക് പൊടി അങ്ങനെയുള്ളതൊക്കെ, അത് ഇപ്പുറത്തെ ഒരു ഇത് ഷോപ്പ് കേഴ്സ് ഉണ്ട്, അതിനകത്തായിട്ടാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ പാത്രം കഴുകാനും അങ്ങനെയുള്ളതൊക്കെ. പിന്നെ താഴെയും കുറച്ച് പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പൊടി ഐറ്റംസ്, പാത്രങ്ങൾ അതെല്ലാം കൂടെ വെക്കുന്നത്. പിന്നെ മുറം. പിന്നെ ഇത് നമ്മൾ ചോറ് വയ്ക്കുന്ന നമ്മുടെ അടുപ്പുണ്ടല്ലോ, പുക അടുപ്പ്, ആ അടുപ്പ്. പിന്നെ മുകളിലോട്ട് അതിൻ്റെ പുക പോകുന്ന അവിടുത്തെ ചിമ്മിനിയൊക്കെ. ഓക്കെ. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് പുറകിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാത്റൂം. ഏറ്റവും പുറകിലാണ് നമുക്ക് ബാത്റൂം. വീട്ടിനകത്ത് തന്നെയാണ് ഏറ്റവും പുറകിലായിട്ട് നമ്മുടെ ബാത്റൂം. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളുടെ വർക്ക് ഏരിയ എന്ന് പേര് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വർക്കൊന്നും ഇവിടെ നടക്കാറില്ല കേട്ടോ. അരയ്ക്കാനുണ്ടാവും കേട്ടോ, ഞങ്ങൾ കല്ലിൽ അരയ്ക്കും. അപ്പോൾ ആ വർക്ക് അവിടെ നടക്കാറുണ്ട്. പിന്നെ നമ്മുടെ സോപ്പ് പൊടി, നമ്മുടെ അലക്കുന്ന സംഭവങ്ങളും ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങളും അതെല്ലാം അവിടെ വെക്കും. പിന്നെ വാഷിംഗ് മെഷീനും അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ പുറത്തെ വ്യൂ ആണ്. നമ്മൾ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പുറത്തുള്ള വ്യൂ ആണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ കുഞ്ഞു വീടിൻ്റെ ഹോം ടൂർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.